Hi friends, welcome back to my channel Radhu's Food Court and Vlogs. അപ്പോൾ ക്രിസ്മസ് കാലമാണ്. അപ്പോൾ നമ്മുടെ മാൻഡേറ്ററി റെസിപ്പിയായ പ്ലം കേക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ പ്ലം കേക്കിന് സോക്കിംഗ് ആവശ്യമില്ല, ആൽക്കഹോൾ ഇല്ല, എഗ്ലെസ് കേക്കാണ്. സോ നമുക്ക് പ്ലം കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തു വയ്ക്കാം. എല്ലാം ഒരു പിടി, കൈക്ക് ഒരു പിടി എടുത്തു വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/3 കപ്പ് ഓറഞ്ച് ജ്യൂസാണ്. സോ ഓറഞ്ച് ജ്യൂസ് നിങ്ങൾക്ക് ഫ്രഷായിട്ട് എടുക്കുകയോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പ്ലം കേക്ക് ഉണ്ടാക്കാൻ ഓറഞ്ച് ജ്യൂസോ വൈൻ ജ്യൂസോ ഗ്രേപ്പ് വൈനോ പിന്നെ എന്താ പറയുന്നത് ആപ്പിൾ ജ്യൂസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ ഞാനിവിടെ ഉണ്ടാക്കിയത് ഓറഞ്ച് ജ്യൂസ് ഉപയോഗിച്ചാണ്. എനിക്ക് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേക്ക്, അടിപൊളി കേക്കായിരുന്നു. സോ അധികം വാചകമടിച്ച് സമയം കളയുന്നില്ല, നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് എങ്ങനെ റെഡിയാക്കി വെക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മളുടെ ബ്ലാക്ക് റേസിൻസ് ഉണ്ട്, ഗോൾഡൻ റേസിൻ ഉണ്ട്, പിന്നെ ക്രാൻബെറി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പിസ്ത, കാഷ്യൂ നട്ട്സ് ആൻഡ് വാൾനട്ട്സ്, ഇത്രയും സാധനമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഓറഞ്ച് സെസ്റ്റ് ഉണ്ട്, അതിനകത്ത് ഓറഞ്ച് കാൻഡിഡ് ഓറഞ്ച് ഉണ്ട്. സോ ഇതെല്ലാം എനിക്ക് ഡ്രൈഡ് ഫ്രൂട്ട് മിക്സ് എന്ന് പറഞ്ഞിട്ട് ഞാനെല്ലാം കൂടി ഒരു മിക്സായിട്ട് വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അത് എടുക്കാം. ഇപ്പോൾ നമ്മൾക്കൊരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിൽ ഓറഞ്ച് ജ്യൂസും വെള്ളവും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുക്കാം. ഞാൻ 1/3 കപ്പ് ഈച്ചാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും അത് ബോയിലായി കിട്ടും. എന്നിട്ട് നമുക്കത് തണുക്കാൻ വയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആറിക്കഴിഞ്ഞിട്ട് ഉടനെ എടുത്ത് കേക്ക് ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം വെക്കണമെങ്കിൽ അതും ചെയ്യാം. ഞാനൊരു 1 അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് കേക്ക് ഉണ്ടാക്കിയത്. നിർബന്ധമില്ല, ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് ഉടനെ ഉണ്ടാക്കുകയും ചെയ്യാം. നമുക്ക് കാരമൽ സിറപ്പ് ഉണ്ടാക്കാം. കാരമൽ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു 6 ടേബിൾ സ്പൂൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഓർഗാനിക് റോ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വൈറ്റ് ഷുഗർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് നമുക്ക് ഒരു മീഡിയം ഹീറ്റിൽ വെച്ച് മെൽറ്റ് ചെയ്തെടുക്കണം. മെൽറ്റ് ചെയ്യുമ്പോൾ ബ്രൗൺ കളർ വരും. ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും തീ വേണമെങ്കിൽ കുറയ്ക്കാം, അല്ലെങ്കിൽ ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു 3 to 4 ടേബിൾ സ്പൂൺ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, തെറിക്കും. അപ്പോൾ കുറച്ച് മാറി നിന്നിട്ട് വേണം ഒഴിക്കാൻ. സോ ബി കെയർഫുൾ. നമുക്കൊരു റണ്ണിങ് കൺസിസ്റ്റൻസിയിലാണ് സിറപ്പ് വേണ്ടത്, ഒരുപാട് തിക്കാകാൻ പാടില്ല. അപ്പോൾ വെള്ളം വേണമെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഷുഗർ സിറപ്പും തണുക്കാനായിട്ട് വയ്ക്കും. അത് തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വർക്കൗട്ട് ചെയ്യാം. സോ നമ്മൾ കേക്കിൻ്റെ മിക്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 1 കപ്പ് പാലൊഴിക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്, തിളപ്പിച്ചാറിയ പാലാണിത്. സോ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഒരു 6 ടേബിൾ സ്പൂൺ, ഞാൻ ടേബിൾ സ്പൂൺ അളവ് പറയുന്നത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും, അതുകൊണ്ടാണ്. സോ അത്രയും എണ്ണ, വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതും വാനില എസൻസ് ഒരു ടീസ്പൂൺ വാനില എസൻസും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് മസാല പൗഡേഴ്സ് ആഡ് ചെയ്യാം. മസാല പൗഡർ വേണ്ടത് നമുക്ക് നട്ട്മഗ് പൗഡർ വേണം, സിനമൺ പൗഡർ വേണം, പിന്നെ ഡ്രൈ ജിഞ്ചർ പൗഡർ. ഇത് 3 ആണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. മെഷർമെൻറ്റ് താഴെ പറഞ്ഞിട്ടുണ്ട്.
ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 2 കപ്പ് ഫ്ലോറിന് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് ബേക്കിംഗ് സോഡ ആൻഡ് ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ആൻഡ് ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ. ഒരു 1 ടേബിൾ സ്പൂൺ അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറും ആഡ് ചെയ്തിട്ടുണ്ട്, നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമില്ല. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ കാരമൽ സിറപ്പ് ആഡ് ചെയ്യാം. ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മളുടെ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് തന്നെ ചെയ്യാം. ഒരു സ്പാച്ചുല ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് വേഗം മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് തിക്ക് ബാറ്ററാണ്, സാധാരണ കേക്കിൻ്റെ അത്രയും ഒരു ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കില്ല, കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് നമ്മളുടെ പ്ലം കേക്കിന്. സ്റ്റേജിൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ വാൾനട്ട്സും പിസ്ത, കാഷ്യൂനട്ട്സ് ഇതൊന്നും ഓറഞ്ച് ജ്യൂസിലൊന്നും സോക്ക് ചെയ്തിട്ടില്ല, അല്ലാതെ വെച്ചിരുന്നതാണ്. ഇപ്പോഴാണത് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയും നമുക്ക് പെട്ടെന്നൊരു ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കേക്ക് മോൾഡിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെക്കാം. ഈ സമയം കൊണ്ട് പ്രീഹീറ്റ് ചെയ്ത ഓവനിലോട്ട് നമുക്ക് പെട്ടെന്നത് ട്രാൻസ്ഫർ ചെയ്യാം. 160 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വന്നിട്ട് ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു 30 to 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ നമ്മുടെ കേക്ക് റെഡിയായി കിട്ടും. പിന്നെ അത് നിങ്ങളുടെ ഓവൻ ഡിപ്പെൻഡൻ്റ് ആണ്, നിങ്ങളുടെ കേക്ക് മൗൾഡ് ഡിപ്പെൻഡൻ്റ് ആണ്. സോ അതനുസരിച്ച് നിങ്ങൾ ഫസ്റ്റ് ഒരു 30 മിനിറ്റ്സ് വെച്ചിട്ട് നോക്കി കേക്ക് റെഡിയായോ നോക്കിയിട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ, എഗ്ലെസ് പ്ലം കേക്ക് റെഡിയായി. ഇറ്റ്സ് വെരി ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് രാധു ഫുഡ് കോർട്ട് ആൻഡ് വ്ലോഗ്സ്.